എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇൻഫർമേഷൻസ് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ 2 റിസൾട്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തു, ഇത് ഞാൻ രണ്ടാമത് ടെസ്റ്റ് ചെയ്തു. നിങ്ങൾ ആ റിസൾട്ട് ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് തോന്നുന്നത്? ആദ്യം ടെസ്റ്റ് ചെയ്തതിൽ പസൽസ് കൂടുതലും രണ്ടാമത് ടെസ്റ്റ് ചെയ്തതിൽ പസൽസ് കുറവും. നമുക്ക് എല്ലാവർക്കും അറിയാം, പസൽസ് എന്ന് വെച്ചാൽ പഴുപ്പാണ് കാണിക്കുന്നത് മൂത്രത്തിൽ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിഫറൻസ് വന്നു അടുത്തടുത്ത് ചെയ്ത 2 ടെസ്റ്റുകളിൽ? അപ്പം സ്വാഭാവികമായിട്ടും ആദ്യം എല്ലാവരും എന്ത് ചിന്തിക്കും? ലാബിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. രണ്ടും 2 ലാബിലാണ് ചെയ്തത്. ആദ്യത്തെ ലാബിലായിരിക്കില്ല, രണ്ടാമത്തെ ലാബിലായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ലാബിൻ്റെ മാത്രം മിസ്റ്റേക്ക് അല്ല, നമ്മുടെ കയ്യിൽ നിന്നുള്ള തെറ്റ് കൊണ്ടും നമുക്കിങ്ങനെ തെറ്റായിട്ടുള്ള റിസൾട്ട് വരാം. അപ്പം അതിലെന്തൊക്കെയാണ് നമ്മൾ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആ ഒരു സാമ്പിൾ ബോട്ടിലുണ്ട്, അതെപ്പോഴും സ്റ്റെറൈലായിരിക്കണം. അതായത് ഡിസ്പോസബിൾ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തായിരിക്കും ആ ബോട്ടിൽ വരിക. നമ്മൾ സാമ്പിൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിക്കാൻ പാടുള്ളൂ. തൊട്ട് മുന്നേ മാത്രമേ നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം ആ ബോട്ടിൽ തുറക്കാനും പാടുള്ളൂ. സോ സ്റ്റെറൈൽ കണ്ടെയ്നർ, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂറിൻ കളക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ നല്ലപോലെ ക്ലീൻ ആക്കുക. അതിനുശേഷം മിഡ് സ്ട്രീം സാമ്പിളാണ് കളക്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യൂറിൻ കുറച്ച് പോയതിനു ശേഷം നടുവിലത്തെ യൂറിൻ സാമ്പിളാണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല, മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂറിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ടെസ്റ്റ് ചെയ്യേണ്ട സെൻറ്ററിൽ എത്തിക്കുക. വിത്തിൻ 30 മിനിറ്റ്സ് എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എത്തിക്കുക. കാരണം ഈ യൂറിൻ ഇരിക്കും തോറും അതിന് ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കാം ഞാൻ ആദ്യം കാണിച്ച റിസൾട്ടിലെ വ്യത്യാസം? എനിക്ക് ആദ്യത്തെ ദിവസം ചെയ്ത കണ്ടെയ്നർ സ്റ്റെറൈൽ ആയിരുന്നില്ല, രണ്ടാമത്തെ ദിവസം ചെയ്ത സ്റ്റെറൈൽ കണ്ടെയ്നർ ആയിരുന്നു. സോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ റിസൾട്ടുമായിട്ട് പോവുകയാണെങ്കിൽ അതൊരു UT എന്നുള്ള ക്രൈറ്റീരിയയിൽ വരികയും നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അതായത് രണ്ടാമത്തെ നോക്കുമ്പം അതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ആൻറ്റിബയോട്ടിക് മിസ്യൂസിനെ പറ്റി പറയുമ്പം ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ അടിയിൽ 4 കാര്യങ്ങൾ വരുന്നുണ്ട്. 1 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, 2 ആൻറ്റി ഫംഗൽ റെസിസ്റ്റൻസ്, 3 ആൻറ്റിവൈറൽ റെസിസ്റ്റൻസ് ആൻഡ് 4 ആൻറ്റി പാരസൈറ്റ് റെസിസ്റ്റൻസ്. ഇതിനെ പറ്റി സംസാരിക്കുമ്പം എനിക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിലെ പല സിറ്റുവേഷൻസാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കുട്ടികൾ പനിയായിട്ട് കാണിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പനിയും ജലദോഷവുമാണ് കുട്ടികൾ കൂടുതലായി കാണുന്ന അസുഖവും. കുട്ടികളാകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പാരൻസ് നമ്മുടെ ഡോക്ടേഴ്സിനെ കാണിക്കാൻ വരികയും ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ദിവസം ഒരു കുട്ടി വരുന്നു, പനിയാണ്, നമ്മൾ കുട്ടീനെ എക്സാമിൻ ചെയ്യുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു, വൈറ്റൽസ് നോക്കുന്നു, ഇനി ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ നോക്കുന്നു. നമ്മളതൊരു വൈറൽ ഫീവർ എന്നുള്ളൊരു ഇംപ്രഷനിൽ എത്തുകയാണ്. അപ്പോഴേക്കും ആ കുട്ടിക്ക് നമ്മൾ ഒരിക്കലും വൈറൽ ഫീവറിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് ഓഫ് എനി സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻ, ബാക്കി ബാക്ടീരിയൽ സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻ ഉള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ പ്യൂർ ഒരു വൈറൽ ഇൻഫെക്ഷന് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യവുമില്ല. നല്ലപോലെ റെസ്റ്റ് എടുക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, പേസ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് പാരസെറ്റമോൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് ഡേഞ്ചർ സൈൻസ് പറഞ്ഞു കൊടുക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പാരൻസിൻ്റെ മുഖം ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കൂടെ നമ്മളൊരു ആൻറ്റിബയോട്ടിക് കൂടെ എഴുതിയാൽ അവരുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിരിക്കും. സോ ദേ ആർ ഡിമാൻഡിങ് ആൻറ്റിബയോട്ടിക്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ നേരത്തെ കണ്ടിരിക്കുന്ന പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അവർ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടാവാം. ഞാൻ പേഷ്യൻസിനെ മാത്രം അല്ല, ഇപ്പം സുലഭമായിട്ട് ഡോക്ടേഴ്സും ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നുണ്ട്. പെട്ടെന്ന് അസുഖം പോകാനെന്നുള്ളൊരു രീതിയിലായിരിക്കും. പലപ്പോഴും ഞങ്ങളെ ഒരു 2ാമത്തെയോ 3ാമത്തെയോ ദിവസം കാണാൻ വരുന്ന രോഗി പല ഡോക്ടേഴ്സിനെ കണ്ട് പല ഹയർ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടാവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവർ ഹയർ ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ നമ്മളൊരു ആൻറ്റിബയോട്ടിക് എഴുതുമ്പം ഇനി അതിൻ്റെ മുകളിലുള്ള ആൻറ്റിബയോട്ടിക് എഴുതാൻ നിർബന്ധിതരാവുകയാണ്. സോ ഇത് കൊണ്ടെത്തിക്കുന്നത് വളരെ ഒരു സിറ്റുവേഷനിലാണ്. ഞാൻ നിങ്ങൾക്കൊരു റിപ്പോർട്ട് കാണിച്ചു തരാം. ഈ റിപ്പോർട്ട് കണ്ടോ? എല്ലാ ആൻറ്റിബയോട്ടിക്കിനോടും റെസിസ്റ്റൻ്റ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏത് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക് കോമ്പിനേഷൻസ് യൂസ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ഇനി ഒരു അസുഖം വരുമ്പോൾ സിമ്പിൾ ആൻറ്റിബയോട്ടിക്സിനോടൊന്നും രോഗി പ്രതികരിക്കാതെ വരികയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മരുന്നില്ലാത്തൊരവസ്ഥ വരികയും ചെയ്യുകയാണ്. അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്, പറയാതിരിക്കാൻ വയ്യ.
സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിബയോട്ടിക് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് തന്നെ നാരോ സ്പെക്ട്രം, ബ്രോഡ് സ്പെക്ട്രം എന്ന് 2 തരത്തിലൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ സിമ്പിൾ ആൻറ്റിബയോട്ടിക് മാത്രമേ, നാരോ സ്പെക്ട്രം മാത്രമേ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് നോക്കി പേഷ്യൻറ്റ് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ അടുത്തടുത്ത് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം മിക്ക പേഷ്യൻസിനും കോമൺ ആൻറ്റിബയോട്ടിക്സിൻ്റെ എല്ലാം പേര് കാണാതെ അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺ ആൻറ്റിബയോട്ടിക് എഴുതിയാലും അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത നല്ലൊരു പേരുള്ള ആൻറ്റിബയോട്ടിക് കോമ്പിനേഷൻസ് എഴുതിയാലേ അവരുടെ മുഖം സന്തോഷമാവുന്നുള്ളൂ. പക്ഷെ അത് കൊണ്ടുവരുന്ന സിറ്റുവേഷൻ, ഈ കുട്ടിക്ക് പിന്നൊരു അസുഖം സീരിയസ് ആയിട്ട് ശരിക്കും അങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് ഈ കുട്ടി റെസ്പോണ്ട് ചെയ്യാതാവും. അടുത്ത വട്ടം വലിയൊരു ന്യൂമോണിയ, ചെറിയതിൻ്റെ നല്ലൊരു ക്ലബ്സിയല്ല ന്യൂമോണിയ, അങ്ങനത്തെ വലിയ വലിയ ന്യൂമോണിയാസ് വരുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്കിനോട് ആ കുട്ടി റിയാക്ട് ചെയ്യാതെയാവും. സോ നമുക്ക് ആ കുട്ടീൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ചെയ്യരുത്. സ്വന്തമായിട്ട് ഒരിക്കലും ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കരുത്. ഒരു ഡോക്ടറെ കണ്ട് അവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ആദ്യം പാരസെറ്റമോൾ മാത്രമേ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. 2 ദിവസം വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആദ്യം ഞാൻ കാണിച്ച 2 യൂറിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലാബിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ലാബിനെ മാത്രമല്ല, നമ്മളെപ്പോഴും യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കളക്ട് ചെയ്യില്ലേ, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടും തെറ്റായ റിപ്പോർട്ട് വരികയും തെറ്റായ രീതിയിൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വരികയും ആൻറ്റിബയോട്ടിക് മിസ്യൂസ് വരികയും അങ്ങനെ വീണ്ടും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ്. സോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ.